Dear students, now we see what are the applications of Laplace transforms in solving differential equations. Let us consider the differential equation y2 dash plus ay dash plus by equal to r of t, where y of 0 equal to k0 and y dash 0 equal to k1. That is, this is an initial value problem. Initial value problem എന്ന് വെച്ചാൽ നമ്മൾ വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. സീറോയിൽ ഈ y ഓഫ് എക്സിന് സീറോയിൽ ഉള്ള വാല്യൂ k നോട്ടും y ഡാഷ് എക്സ് അതായത് ഡിഫറൻഷ്യൽ ഓഫ് y ഓഫ് എക്സ് അതിന് സീറോയിലുള്ള വാല്യൂ k1 ആണെന്ന് തന്നിട്ടുണ്ട്. വി ഹാവ് ടു സോൾവ് ദിസ് ഇക്വേഷൻ ബൈ ലാപ്ലാസ് ട്രാൻസ്ഫോംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിനെ മുഴുവനായിട്ട് നമ്മൾ എൽ ഓഫ് y2 ഡാഷ് പ്ലസ് a ഇൻറ്റു y ഡാഷ് പ്ലസ് by രണ്ട് സൈഡിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുക്കുക എൽ ഓഫ് ആർ ഓഫ് ടി. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് പിന്നെ എന്നിട്ട് നമ്മൾ പിന്നെ ഈ എൽ ഓഫ് ആർ ഓഫ് ടി നമുക്ക് അറിയായിരിക്കും. ആർ ഓഫ് ടി നമ്മൾ കണ്ടുപിടിക്കുക, മനസ്സിലായോ? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി. പിന്നെ ഇതിനെ ഇത് നമുക്ക് സപ്പോസ് ദിസ് ഇസ് ആർ ഓഫ് എസ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് എൽ ഓഫ്, അപ്പോൾ ഇതെന്താ വരിക ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും? എൽ ഓഫ് y2 ഡാഷ് പ്ലസ് a ഇൻറ്റു എൽ ഓഫ് y ഡാഷ് പ്ലസ് b ഇൻറ്റു എൽ ഓഫ് y എന്ന് വരും അല്ലേ. b ഇൻറ്റു എൽ ഓഫ് y എന്ന് വരും ഈക്വൽ ടു ആർ ഓഫ് എസ് എന്ന് വരും. എന്നിട്ട് എൽ ഓഫ് y2 ഡാഷ് എന്ന് വെച്ചാൽ എന്താണ്? എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് y മൈനസ് എസ് ഇൻറ്റു y0 മൈനസ് y ഡാഷ് 0 എന്ന് വരും. ഓക്കെ, പ്ലസ് a ഇൻറ്റു എസ് ഇൻറ്റു എൽ ഓഫ് y മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് y മൈനസ് y0 എസ് ഇൻറ്റു എൽ ഓഫ് y മൈനസ് y0 എന്ന് വരും. പിന്നെ അടുത്തത് പ്ലസ് b ഇൻറ്റു എൽ ഓഫ് y ഈക്വൽ ടു ആർ ഓഫ് എസ് എന്ന് വരും അല്ലേ. എന്നിട്ട് നമ്മൾ ടേംസ് എല്ലാം കോമൺ ടേംസ് ഒക്കെ ഒന്നിച്ചിടുക. അതായത് എസ് സ്ക്വയർ ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, എ എസ് ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്, ബി ഇൻറ്റു എൽ ഓഫ് വൈ ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി ഇൻറ്റു എൽ ഓഫ് വൈ അല്ലേ, ഈക്വൽ ടു എസ് ഇൻറ്റു y0 ഉണ്ട്, എ ഇൻറ്റു y0 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എസ് പ്ലസ് എ ഇൻറ്റു y ഓഫ് 0. പിന്നെ ഇവിടെ y ഡാഷ് 0 ഉണ്ട്, അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ പ്ലസ് y ഡാഷ് 0 എന്ന് വരും. പ്ലസ് ഇവിടെ ഒരു ആർ ഓഫ് എസും ഉണ്ട്, മനസ്സിലായോ? എന്നിട്ട് ആർ ഓഫ് എസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ്, നമ്മൾ പറഞ്ഞു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ആർ ഓഫ് ടി ആണ് ആർ ഓഫ് എസ്. അത് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ആർ ഓഫ് എസ്. ഓക്കെ, ഈ പിന്നെ ഇതിനെ നമ്മൾ ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാം? വി ക്യാൻ ഫൈൻഡ് എൽ ഓഫ് വൈ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് സോൾവ് ചെയ്യുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വി ക്യാൻ സോൾവ് വൺ പ്രോബ്ലം യൂസിങ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Using first question, using Laplace transform, find the solution of the initial value problem d square y by dt square plus 2 into dy by dt plus 5y equal to e raised to minus t into sin t, given y of 0 equal to 0, y dash 0 equal to 1.
ഓക്കെ, ഇങ്ങനത്തെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യു ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. അതിന് വേണ്ടി തന്നെ ആദ്യം തന്നെ നമ്മൾ എന്ത് എഴുതാണ്? സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് എഴുതാം? നമുക്ക് ഇതൊന്നുകൂടെ എഴുതാം. d²y/dt² എന്ന് വെച്ചാൽ y2' പ്ലസ് dy/dt 2y' പ്ലസ് 5y ഈക്വൽ ടു റൈറ്റ് സൈഡിൽ e⁻t ഇൻറ്റു sin t ആണല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങ് എഴുതാണ്. ഇനി ഞാൻ ലാപ്ലാസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം ബോത്ത് സൈഡ്സിൽ. ടേക്കിംഗ് ലാപ്ലാസ് transform of 1 on both sides, we will get L of y2 dash plus 2 into L of y dash plus 5 into L of y equal to L of e⁻t into sin t എന്ന് വരും. ഓക്കെ, ഇനി L of y2 dash എന്താണ്? You know that L of y2 dash is equal to s square into L of y minus s into y0 minus y dash 0 വരും അല്ലേ? ആൻഡ് പ്ലസ് 2 ഇൻറ്റു L of y2 dash എന്താണ്? s ഇൻറ്റു L of y മൈനസ് y0 എന്ന് വരും പ്ലസ് 5 ഇൻറ്റു L of y എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t sin t. ഇനി നമുക്കറിയാം, പിന്നെ നമ്മൾ ഉള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താ വരിക? നമുക്ക് s² ഇൻറ്റു L of y മൈനസ് എസ് ഇൻറ്റു y of 0 എന്താ തന്നെയാണ്? 0 തന്നിട്ടുണ്ട്. മൈനസ് y dash 0 1 തന്നിട്ടുണ്ട്. പ്ലസ് 2 ഇൻറ്റു എസ് ഇൻറ്റു L of y എന്ന് എഴുതണം. മൈനസ് y0 0 ആണ്. പ്ലസ് 5 ഇൻറ്റു L of y എന്ന് വന്നു. ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t sin t. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t sin t നമുക്ക് കാണാൻ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin t എന്താണെന്ന് കാണാം. sin a, അപ്പോൾ എന്താണ്? ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് sin at ഈസ് 1/s² പ്ലസ് 1 അല്ലേ? a/s² പ്ലസ് a². a എന്ന് പറയുന്നത് sin at, a എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/s² പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t ഇൻറ്റു sin t വരുമ്പോൾ എന്ത് വരും? എസിന് പകരം s-1 വരും. അതായത് ബൈ ഷിഫ്റ്റിംഗ് തിയറം s-1 the whole square plus 1 എന്ന് വരും. ഇതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് e⁻t sin t. അപ്പം എന്താ ഇവിടെ എഴുതുക? 1/s-1 the whole square plus 1 എന്ന് വരും. അതായത് വേണമെങ്കിൽ ചെയ്യാം നമുക്ക് 1/e⁻t s+1 the whole square. e⁻t അല്ലേ? അപ്പോൾ s+1 the whole square എന്നാണ് വരിക. ഓക്കെ, s+1 the whole square plus 1 വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ s² പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 1. അപ്പോൾ എന്താണ്? s² പ്ലസ് 2s പ്ലസ് 2 എന്ന് വരും. ഇനി ഇവിടെ നമ്മൾക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? L of y ഇൻറ്റു s² പ്ലസ് 2s പ്ലസ് 5 അല്ലേ? പിന്നെ 2s പ്ലസ് 5 പിന്നെ ഒരു -1 ഉണ്ട് അല്ലേ? ഇവിടെ ഇത് -1 ഈക്വൽ ടു ഇതാണ്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഈക്വൽ ടു 1/s² പ്ലസ് 2s പ്ലസ് 2 പ്ലസ് 1 വരും. ഈ സൈഡിലോട്ട് വരുമ്പോൾ പ്ലസ് 1 എന്ന് വരുമല്ലോ. അപ്പം എന്താ വരിക? അടുത്തത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1+s² പ്ലസ് 2s 1+s² പ്ലസ് 2s പ്ലസ് 2 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 എന്ന് വരും. അതായത് s² പ്ലസ് 2s പ്ലസ് 3 ഡിവൈഡഡ് ബൈ s² പ്ലസ് 2s പ്ലസ് 2 എന്ന് വരും. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് y എന്താ വരിക? L of y എന്ത് വരും? s² പ്ലസ് 2s പ്ലസ് 3
ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഇൻറ്റു ഇപ്പുറത്തെ സൈഡിലുള്ള എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 എന്ന് വരും. ഇനി ഓൺ റിസോൾവിങ് ദ ആർ എച്ച് എസ് ഇൻറ്റു പാർഷ്യൽ ഫ്രാക്ഷൻ, ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. എങ്ങനെയാണ് വരിക? പിന്നെ എ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് അല്ലേ ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. അത് വെച്ചിട്ട് നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ വരും. ചെയ്ത് നോക്കുക എല്ലാവരും. 1/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 പ്ലസ് 2 പ്ലസ് 2/3. ഇതേപോലത്തെ പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുക എല്ലാവരും. എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ മൈനസ് 1 പ്ലസ് 5 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താ വരിക? 1/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. പ്ലസ് 2/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 എന്ന് വരും. അപ്പോൾ y എന്ന് പറയുന്നത് 1/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. ആൻഡ് യു നോ ദാറ്റ് ദിസ് ഇസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ഈസ് സൈൻ ടി. പക്ഷേ പ്ലസ് 1 ഉള്ളതുകൊണ്ട് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി എന്ന് വരും അല്ലേ? ലാപ്ലാസ് എൽ ഇൻവേഴ്സ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി പ്ലസ് 2/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ 2t ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി സൈൻ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ടി സൈൻ 2t എന്ന് വരും. ഇതാണ് ഇങ്ങനെയാണ് പിന്നെ ഇത് സോൾവ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിട്ട് നന്നായിട്ട് മനസ്സിലാക്കാം. ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് തരാം. അപ്പോൾ ശരി എന്നാൽ.